ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിൻ്റെ 4ാമത്തെ ലെറ്റസ് എസ്എസിലെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ 4ാമത്തെയും 5ാമത്തെയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് STP കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് ചോദ്യം വായിക്കാം. 448 ലിറ്റർ ഓഫ് എ ഗ്യാസ് ഈസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 atm പ്രഷർ. അതായത് STP കണ്ടീഷനാണ് 0 ഡിഗ്രി സെൽഷ്യസും അതുപോലെ 1 atm പ്രഷർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വരി വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് എന്ത് കണ്ടീഷനാണ്, STP കണ്ടീഷനാണെന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾ ഡസ് ദിസ് ഗ്യാസ് കണ്ടെയ്ൻ? ഈ ഒരു ഗ്യാസിൽ എത്ര മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്ര മോളുകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മക്കളെ, നമുക്ക് STP കണ്ടീഷനിലെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം അല്ലേ. നമ്പർ ഓഫ് മോൾസ് അറ്റ് STPയിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എന്താണ്? ഗിവൺ വോളിയം ബൈ 22.4. ഞാൻ പഠിപ്പിച്ചു തന്ന ഇക്വേഷനാണ് അല്ലേ, ഗിവൺ വോളിയം ബൈ 22.4. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് ഗിവൺ വോളിയം എന്ന് പറയുന്നത്? 448 ലിറ്റർ ആണ് അല്ലേ. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 448/22.4. ഓക്കെ, അപ്പോൾ പലർക്കും ഇവിടെ ഡിവൈഡ് ചെയ്യാനായിട്ട് പോയിന്റ് വാല്യൂ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മക്കളെ, ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ പോയിന്റ് വാല്യൂ ആണല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റ് വാല്യൂവിനെ മാറ്റാനായിട്ട് ഞാൻ മുകളിലും 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു, താഴെയും 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. എന്തിനാണ് 10 കൊണ്ട് ഇൻഡ്യൂ ചെയ്തത്? ആ ഒരു പോയിന്റ് വാല്യൂ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഉത്തരം? നമുക്ക് കിട്ടും 448 കഴിഞ്ഞിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക, അതിനുശേഷം 224 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 224ൻ്റെ ഇരട്ടിയാണ് 448 അല്ലേ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 2 വരും, അതിനുശേഷം 0 വരും. ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. യെസ്, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 20 മോൾസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് മോൾസ് അറ്റ് STP കാണാനായിട്ട് ഗിവൺ വോളിയം ബൈ 22.4 ലിറ്റർ ചെയ്താൽ മതി. ഓക്കെ, യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ? ഈ സാമ്പിളിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. അതായത് മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്, മോളുകളുടെ എണ്ണം. ഇവിടെ 20 മോളാണ്, ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. എന്താ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 20 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആയിരിക്കും ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് കിട്ടിയ മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്യൂളുകളുടെ എണ്ണം കിട്ടും. ഓക്കെ, തന്മാത്രകളുടെ എണ്ണം കിട്ടും. അതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 5ാമത്തെ ക്വസ്റ്റ്യനിൽ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ 3 നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അതിനകത്ത് ഏത് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, 400 ലിറ്റർ ഓഫ് എ ഗ്യാസ് ഈസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഈ ഒരു വാക്ക് മക്കളെ ശ്രദ്ധിച്ചോണം. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എന്താണ്? ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ വോളിയം എന്ന് പറയുന്നത് 400 ലിറ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഈസ് റെഡ്യൂസ്ഡ് ടു 200 ലിറ്റർ അറ്റ് ദ സെയിം പ്രഷർ? അതായത് ഇവിടെ പ്രഷറിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, പ്രഷറിൽ മാറ്റമില്ല. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഇക്വേഷൻ ഏതാണ്? യെസ്, നിങ്ങൾ ചാൾസ് ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? V1/T1 = V2/T2 എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ബിക്കോസ് ഇവിടെ പ്രഷർ എന്ന് പറയുന്നതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് ആരുടെ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി?
വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഇക്വേഷൻ എടുത്താൽ മതി. ബിക്കോസ് പ്രഷർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ ഇനി അത് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കത് എടുത്തു കഴിഞ്ഞാലും യാതൊരുവിധ പ്രയോജനങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഈസ് റെഡ്യൂസ്ഡ് ടു 200 ലിറ്റർ? ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഞാൻ ഈ മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് എനിക്ക് എന്തൊക്കെ ഡാറ്റാസാണ് തന്നിട്ടുള്ളത് എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ മുകളിലത്തെ ഡാറ്റ നിങ്ങളൊന്ന് വായിക്കൂ. 400 ലിറ്റർ ഓഫ് ഗ്യാസ് ഈസ് സ്റ്റോർഡ് ഇൻ എ ലിറ്റർ ഓഫ് അറ്റ് എ സിലിണ്ടർ ഓഫ് 27 ഡിഗ്രി സെൽഷ്യസ്. അതായത് ആദ്യത്തെ വോളിയം അവർ കൊടുത്തിട്ടുണ്ട് എത്രയാണെന്ന്? യെസ്, 400 ലിറ്റർ ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 400 ലിറ്റർ. ഓക്കെ, അതാണ് ആദ്യത്തെ വോളിയം V1 എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ മക്കളെ, നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ ഒരിക്കലും ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. അതിനെന്ത് ചെയ്യണം? കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 പ്ലസ് 273. എന്തുകൊണ്ടാണ് നമ്മൾ 273 കൂട്ടിയത്? അതിനെന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടൂടാ? 300 കെൽവിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ടെമ്പറേച്ചർ ഫസ്റ്റ് നമുക്ക് കിട്ടുക. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അറ്റ് വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഈസ് റെഡ്യൂസ്ഡ് ടു 200 ലിറ്റർ? അതായത് രണ്ടാമത് നമ്മളിതൊരു വേറൊരു സിലിണ്ടറിലേക്ക് മാറ്റിയ സമയത്ത് ഇതിൻ്റെ വോളിയം എത്രയായിട്ട് കുറഞ്ഞു? യെസ്, 200 ലിറ്റർ ആയിട്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇവിടെ രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 200 ലിറ്റർ ആണ്. ഓക്കെ, 200 ലിറ്റർ ആണ്. അപ്പോൾ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് രണ്ടാമത്തെ ടെമ്പറേച്ചർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു തന്നു. V1/T1 = V2/T2. ആ ഇക്വേഷനിലേക്ക് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് നമ്മുടെ ആൻസർ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ V1 എന്ന് പറയുന്നത് മക്കളെ 400 ആണ് അല്ലേ. V1 എന്ന് പറഞ്ഞാൽ 400 ബൈ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ആണ്, 300 ആണ്, ഈക്വൽ ടു V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. അതുപോലെ T2 എന്ന് പറയുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിന് എന്തിലേക്ക് കൊടുക്കുന്നു? T2 എന്ന് മാത്രം കൊടുക്കുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്കിവിടെ നോക്കാം. ഇവിടെ ഡിവൈഡഡ് ബൈ 300 ആണ് അല്ലേ. ഈ ഡിവൈഡഡ് ബൈ 300 ഈ ഈക്വലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു 300 ആയിട്ട് മാറും. ശരിയല്ലേ? യെസ്. അതുപോലെ ഇവിടെ മുകളിൽ ഉണ്ടായിരുന്ന 400 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 400 ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ T2 എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് T2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ ഇക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും T2 എന്ന് പറയുന്നത് എന്ത് വരുവാടാ? 200 ഇൻറ്റു 300 ബൈ 400. ഓക്കെ, അത് വന്ന രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഡിവൈഡഡ് ബൈ 300 ആണ്, അത് അപ്പുറത്തേക്ക് പോയപ്പോൾ ഇൻറ്റു 300 ആയിട്ട് മാറി. ഓക്കെ, അതുപോലെ ഇവിടെ 400 നമുക്ക് മുകളിലായിരുന്നു, അത് എവിടേക്ക് വന്നു? താഴേക്ക് വന്നു. ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ T2 = 200 ഇൻറ്റു 300 ബൈ 400. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 0 കട്ട് ചെയ്ത് കളയാം അല്ലേ. ഈ 0യും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? ഈ പറഞ്ഞ 3 6 അല്ലേ, 600/4 എന്ന് കിട്ടും. 600/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 150 കെൽവിൻ എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ കിട്ടുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞു. T2 എന്ന് പറയുന്നത് എത്രയാണ്? 150 കെൽവിനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ രണ്ടാമത്തെ വോളിയം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതായിരുന്നു ചോദിച്ചിരുന്നത്, T2 കണ്ടുപിടിക്കാനായിരുന്നു. അപ്പോൾ T2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചു. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ചാൾസ് ലോയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. കാരണം ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ചാൾസ് ലോയിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വോളിയവും ടെമ്പറേച്ചറും എന്തായിരിക്കും? യെസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം ഏത് ലോയാണ്? ചാൾസ് ലോ ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. ഓക്കെ, ഏതാണ്? ചാൾസ് ലോ. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 3 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഒരു സാധനത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതിൻ്റെ തിളനില എന്ന് പറയുന്നത് 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. എബവ് വാട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഡസ് ദിസ് സബ്സ്റ്റൻസ് ഒബേ ദ ഗ്യാസ് ലോ? അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത് അല്ലേ.
നമുക്കതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, കെൽവിനിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ പഠിപ്പിച്ചു തന്നു, ഡിഗ്രി സെൽഷ്യസിനെ എന്തിലേക്ക് മാറ്റാനായിട്ട്, കെൽവിനിലേക്ക് മാറ്റാനായിട്ട് 273 ആഡ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്? 3 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്. അതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, 273 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 276 കെൽവിൻ എന്നാണ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഏതാണ് കെൽവിൻ്റെ വാല്യൂ വരുന്നത്, 276 കെൽവിനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം ബോയിൽ ചെയ്യുന്നത്. അതായത് ഇവിടെ നിങ്ങൾ എഴുതി വെക്കുക, എബവ് 276 കെൽവിൻ ദ സബ്സ്റ്റൻസ് ഈസ് എ ഗ്യാസ്. അതായത് ഒരു സാധനം 276 കെൽവിന് മുകളിലേക്ക് ടെമ്പറേച്ചർ കിട്ടിയാലാണ് ഇതെന്തായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ, ഒരു ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുള്ളൂ. ഒരു ഗ്യാസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര ടെമ്പറേച്ചർ കിട്ടണം, 276 കെൽവിൻ ടെമ്പറേച്ചർ കിട്ടണം. ഓക്കെ, അതിന് മുകളിലേക്കുള്ള എല്ലാ വാല്യൂസിലും എന്ത് ചെയ്യും, ഇത് ഗ്യാസ് ആയിട്ട് തന്നെ പ്രവർത്തിക്കും. ഓക്കെ, ഈ ഒരു ഗ്യാസ് ലോ ഒബേ ചെയ്യും. ഇതാണ് നമുക്ക് ഈ പറഞ്ഞ 4ാമത്തെയും 5ാമത്തെയും ക്വസ്റ്റ്യനിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ചാൾസ് ലോ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. SSLCക്ക് ഇനി വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ അല്ലേ, അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനായിട്ട് കാണാം. താങ്ക്